നാം പലരെയും പല കാര്യത്തിനും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നാമും പലരുടെയും പ്രോത്സാഹനം കിട്ടി വളർന്നു വന്നവരാണ്. പ്രോത്സാഹനം എന്ന വാക്ക് പൊതുവെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും നാം കേൾക്കുന്നതും ഉപയോഗിക്കുന്നതുമായ ഒരു വാക്കാണ്. എന്നാൽ തിരുവചനത്തിൽ പ്രോത്സാഹനത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കത്രേ എക്സോട്ട് അഥവാ പ്രബോധനം. ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക, ഒന്നുകൂടി പറഞ്ഞാൽ മുന്നോട്ട് തള്ളുക എന്നർത്ഥമാണ് പ്രബോധനത്തിനുള്ളത്. ആത്മീയ ലോകത്തിൽ നാം ധാരാളം പ്രസംഗകരെ കാണുന്നുണ്ട്. അവർ നടത്തുന്ന പ്രസംഗങ്ങളിൽ പ്രബോധനങ്ങളുണ്ട്. എന്നാൽ ഒരു പ്രബോധനം നടത്തണമെങ്കിൽ ഒരു പ്രസംഗകൻ ആകണമെന്നില്ല. എല്ലാവർക്കും പ്രബോധകരാകുവാൻ കഴിയും. മാതാപിതാക്കൾക്ക് മക്കളോടും ഒരു വിശ്വാസിക്ക് സഹവിശ്വാസിയോടും പ്രബോധകരാകുവാൻ കഴിയും. എല്ലാവർക്കും പ്രബോധനം ആവശ്യമാകിയാൽ എബ്രായ ലേഖനകർത്താവ് പറയുന്നു, 3-ാം അധ്യായം 13-ാം വാക്യം, നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. റോമർക്കെഴുതിയ ലേഖനത്തിലെ 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൃപാവരത്തിൻ്റെ പട്ടികയിൽ ഇങ്ങനെ പറയുന്നു, വാക്യം 7, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധിപ്പിക്കണം. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും ഉണർത്താനുമുള്ള ഒരു വ്യക്തിയുടെ അതുല്യമായ കഴിവാണ് ആത്മാവിൻ്റെ സമ്മാനമായ പ്രബോധനം. വിശ്വാസത്തിൽ പതറിപ്പോകുന്നവരെ ആദ്യം കണ്ടെത്തുന്നത് പ്രബോധകരാണ്, അല്ലാതെ പുൾപിറ്റിൽ നിന്നും പ്രസംഗിക്കുന്ന പ്രസംഗകരല്ല. അങ്ങനെയെങ്കിൽ ഓരോ ക്രിസ്തുവിശ്വാസികൾക്കും പ്രബോധിപ്പിക്കുവാനായി ഒട്ടനവധി അവസരങ്ങളാണ് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നാം പരമാവധി ഉപയോഗപ്പെടുത്തുക. ദുർബല വിശ്വാസികളെ കരുത്തുറ്റവരാക്കാനും ക്ഷീണിതർക്ക് ആശ്വാസം നൽകാനും പതറിപ്പോകുന്നവർക്ക് പ്രത്യാശ നൽകാനും പരാജിതനെ വിജയിയാക്കാനും പ്രബോധകരുടെ ഒരു വാക്കിന് കഴിയും. തിരുവചനം പറയുന്നത്, തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ എന്നാണ്. തിരുവചനത്തിൽ ധാരാളം പ്രബോധകരെ കാണാമെങ്കിലും പ്രബോധനപുത്രൻ എന്ന നാമകരണത്തിലൂടെ അറിയപ്പെടുന്ന ഒരു ബർന്നബാസിനെ നാം കാണുന്നുണ്ട്. ബർന്നബാസിൻ്റെ ശുശ്രൂഷയുടെ പ്രാഥമിക ലക്ഷ്യം ശിഷ്യന്മാരെ ശക്തിപ്പെടുത്താനും വിശ്വസ്തരായി നിലകൊള്ളാനും സഹിച്ചു നിൽക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു. നമുക്കോരോരുത്തർക്കും ബർന്നബാസിനെ പോലെ നല്ല പ്രബോധനപുത്രന്മാരും പ്രബോധനപുത്രിമാരുമാകുവാൻ കഴിയും. നമ്മുടെ ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്കിന് കാത്തിരിക്കുന്ന അനേകരുണ്ട്. നമുക്കും പ്രബോധിപ്പിക്കാം. വീഴുന്നവരെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവർക്ക് ധൈര്യം പകരാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.